ശ്രീമതി ശോഭ സുരേന്ദ്രൻ, നമുക്ക് എല്ലാവർക്കും കടുത്ത ഞെട്ടലുണ്ടാക്കിയ കളമശ്ശേരി സ്ഫോടനത്തിന്റെ അന്ന് വൈകിട്ട് 3:50 കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകളാണ്. കേരളത്തിൽ തീവ്രവാദികളായ ഹമാസിന്റെ ജിഹാദിന് വേണ്ടിയുള്ള തുറന്ന ആഹ്വാനങ്ങൾ നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളുമായി മാറുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുകയാണ് എന്നാണ്. ഈ 3:50 മാത്രമല്ല, 1 മണി മുതൽ അദ്ദേഹം ഇത്തരത്തിൽ സമാനമായ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായ പരാമർശമാണ് ഞാൻ പറഞ്ഞത്. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. ഈ ഹമാദിന്റെ ജിഹാദി ആഹ്വാനങ്ങൾ കേരളത്തിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾ ഇത്തരത്തിൽ ബോംബ് ആക്രമണവും മറ്റുമായി നേരിടേണ്ടി വരികയാണ് എന്ന്. ഇത്തരത്തിലൊരു പരാമർശം ഏത് ഇന്ത്യൻ പൗരൻ നടത്തിയാലും, പ്രത്യേകിച്ച് ഒരടിസ്ഥാനവും വസ്തുതയും ഇല്ലാത്ത ഒരു സമൂഹം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഏത് ഇന്ത്യൻ പൗരൻ നടത്തിയാലും അത് കുറ്റകരമല്ലേ? BJP എങ്ങനെയാണ് അതിനെ കള്ളക്കേസ് എന്ന് വിളിക്കുന്നത്? ആദ്യം ഞാൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും കേരളത്തില് ജീവനോടുകൂടി ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഞാൻ കരുതുന്നു, രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിന് മുൻപ് കേരളത്തിൽ സംഭവിച്ചത്, ഇങ്ങനെ ഒരു ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഏതോ ഒരു മാർട്ടിൻ വന്ന് മാർട്ടിന് സൗകര്യമുള്ള രീതിയിൽ ഇവിടെ വലിയ ഒരു സ്ഫോടനം നടത്താൻ സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 40, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 40 രാജ്യങ്ങളിൽ 1100-ലധികം വരുന്ന ആളുകളുടെ കഴുത്തറുത്തെടുത്ത സംഘടനയാണ് ഹമാസ്. ആ സംഘടനയുടെ ഭീകരനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റിയുടെ പ്രോഗ്രാമിൽ ഓൺലൈനായി പങ്കെടുത്തത്. 2, മൂന്നാമതായിട്ട് ഈ ഭീകരൻ ഇവിടെ വന്ന് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ആരാണ് ഈ ഭീകരവാദ സംഘടനയ്ക്ക് ലൈസൻസ് കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഇതിന്റെ കാരണക്കാരൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്, ഇങ്ങനെയൊരു ഭീകരനെ, അതായത് ലോക രാജ്യങ്ങളിലെ ഇസ്ലാമിക രാജ്യങ്ങൾ വരെ അകറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ജനതയെ ഞങ്ങൾക്ക് രക്ഷിക്കണമെന്ന് പറയുന്ന ആ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ വെള്ളപൂശാൻ ശ്രമിച്ചത് കൊണ്ടാണല്ലോ കേരളത്തിന്റെ മണ്ണിലേക്ക്, ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തും ഈ ഹമാസിന്റെ ഭീകരന് പോയി ക്ലാസ് എടുക്കാൻ പറ്റിയില്ലല്ലോ. ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകം മുഴുവൻ ചർച്ചയുണ്ട്. അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്, യുവാക്കളെ കുറിച്ച്, മനുഷ്യ കുരുതികളെ കുറിച്ച് എല്ലാം തന്നെ ചർച്ചയുണ്ട്. അത് ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേലിലും 20% വരുന്ന മുസൽമാന്മാരുണ്ട്. അവിടെ ജൂതന്മാര് മാത്രം തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശമല്ല. അപ്പൊ നമ്മൾ എന്ത് കരുതണം? ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയത് ആരാണ്? അവർക്കെതിരെ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞ വല്ല കറക്റ്റുണ്ടോ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റാ. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായാൽ അത് തീവ്രവാദത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനാണോ ഒന്നാമത്തെ പ്രതി, അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഒന്നാമത്തെ പ്രതി? ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഇതിൽ BJP എന്ത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു? കേരളത്തിലെ ആളുകൾ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് BJP ആഗ്രഹിക്കുന്നതിനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ശ്രീ അനിൽ ആന്റണിക്കെതിരെ എടുത്ത കേസിലടക്കം അതും കേരളത്തിലെ ആളുകളും രാജ്യത്തെ ആളുകളും രാജ്യാന്തര തലത്തിലുള്ള ആളുകളും ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിച്ച് കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് BJPയുടെ ദേശീയ സെക്രട്ടറി നടത്തിയ പോസ്റ്റാണ്. താങ്കൾക്കറിയാമല്ലോ, കേരളത്തിൽ ബുർക്ക ധരിക്കാത്തതിന് ഒരു ഹിന്ദു സ്ത്രീയെ സംഘം ചേർന്ന് മുസ്ലിം സ്ത്രീകൾ ആക്രമിക്കുന്നു എന്ന് എഴുതി വെച്ച് ഷെയർ ചെയ്തതാണ് അനിൽ ആന്റണി. കേരളത്തിലെ ആളുകളോട് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് നടത്തിയതാണ്. നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ? ഇതൊക്കെ കേരളത്തിലെ ആളുകൾ ചർച്ച ചെയ്യണം എന്നാണോ കേരളത്തിലെ BJP ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അതിര് കിടക്കുന്നു. അത് കേരളത്തിലെ BJPയുടെ നിലപാടാണോ? അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ചത് നിങ്ങളുടെ കേന്ദ്രമന്ത്രിക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഒരു കേസ് വന്നിട്ടുണ്ട്. ആ കേസിന് ആസ്പദമായി പറയുന്നത് വിദ്വേഷ പ്രചാരണം നടത്താൻ ശ്രമിച്ചു എന്നാണ്. ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്താൻ ശ്രമിച്ചു എന്നതിന് ഒരു സംസ്ഥാന സർക്കാരിന് കേസെടുക്കേണ്ടി വരുന്നത്
ഗൗരവമുള്ള സാഹചര്യമാണ്. അതിനാധാരമായ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലെ ഇപ്പോഴും പിൻവലിക്കാത്ത കുറിപ്പാണ് ഞാൻ താങ്കളോട് ചൂണ്ടിക്കാണിച്ചത്. അതിനുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? അതെങ്ങനെയാണ് കള്ളക്കേസാവുക? ആർക്കും ഒന്നും പറയാൻ കഴിയാതെ എല്ലാവരും കരുതലും പരസ്പരം ജാഗ്രതയും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്രമന്ത്രി ഒരടിസ്ഥാനവുമില്ലാതെ രണ്ട് സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തിയതിനെതിരെ എങ്ങനെയാണ് കേസെടുക്കാതിരിക്കുക? നമ്മുടെ രാജ്യത്തെ ഏത് നിയമപ്രകാരമാണ് അത് കുറ്റകരമല്ലാതാകുന്നത്? കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരാൾ മാത്രമാണ്. അങ്ങനെ ആയിരിക്കണമെന്ന് ഷാനി ചടിക്കരുത്. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിവരവും അറിവുമില്ലാതെ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ ഒരു മാർട്ടിൻ വന്നു, ആ മാർട്ടിൻ വന്ന് അങ്ങനെ ബോംബുണ്ടാക്കിയിട്ട് ഇവിടുത്തെ യഹോവ സാക്ഷികളുടെ സമ്മേളന നഗരിയിലേക്ക് പോയി. അവിടെ ചെന്ന് അത് ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ എക്സ്പ്ലോഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് ഒരു കുറ്റവാളി, സാധാരണഗതിയിൽ ഒരു കുറ്റവാളി ഇങ്ങനെ ഒരു പ്രക്രിയ നടത്തിയെങ്കിൽ ആ കുറ്റവാളി എന്തിനാണ് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഈ കാര്യം വിശദീകരിച്ചത്? എന്താ അതിന്റെ അടിസ്ഥാനം? അപ്പൊ ഈ തള്ള എന്താണ് പറയുന്നത്? ആരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഇതിനുള്ള സാഹചര്യം ഉണ്ടായത്? എങ്ങനെ കേരളം തനിക്ക് അനുവദനീയമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ധൈര്യം എങ്ങനെ കിട്ടി? അപ്പൊ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ഭീകരനാണ്, ആ ചിന്തയിൽ അവൻ ഭീകരനല്ലേ? ഇനി അഥവാ മാർട്ടിനാണ് എന്ന് തന്നെ വെക്കുക. എന്താ അവന്റെ ജിഹാദ് എന്ന് പറയുന്നത്? അവന്റെ ജിഹാദ് എന്ന് പറയുന്നത് പ്രാർത്ഥനാ സഭയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യുക. ഇത് തന്നെയാണ് എല്ലാ ജിഹാദിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആൾക്ക് ഭീകരവാദിയുമായിട്ട് ബന്ധമില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ പോലീസ് അധികാരികളിൽ റിപ്പോർട്ട് ഉണ്ടല്ലോ ഷാനി. എന്താ റിപ്പോർട്ട്? 505-ലധികം വരുന്ന ഭീകരവാദ ബന്ധമുള്ള ചെറുപ്പക്കാരെ ഭീകരവാദ വിരുദ്ധതയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പോലീസിന്റെ കയ്യിലുണ്ടല്ലോ. 105-ലധികം വരുന്ന ആളുകൾ ISIS പ്രവർത്തനത്തിന് വേണ്ടി ഭീകരവാദികൾ പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ടല്ലോ. കണ്ണൂരിൽ നിന്ന് ഫയാസ് പോയല്ലോ. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേരളം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കളുടെ പ്രസ്താവന തുടങ്ങിയത്. BJP ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമാണ്. താങ്കൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വസ്തുതാപരമായ ഒരു മറുപടിയാണ് ചോദിക്കുന്നത്. ഒരു വ്യക്തി, ഉത്തരവാദിത്തമുള്ള ഒരു ഇന്ത്യൻ പൗരൻ നമുക്ക് എന്താണ്, ആരാണ് എന്ന് ഒരു പിടിയുമില്ലാത്തപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഡൊമിനിക് മാർട്ടിൻ ചെയ്തതാണ് എന്ന് നേരത്തെ തന്നെ ഈ കേന്ദ്രമന്ത്രിക്ക് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം എന്തായാലും ആ സമയത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഇടില്ലല്ലോ. ആരാണെങ്കിലും പോസ്റ്റ് ഇടില്ല. ആർക്കും അറിയുന്നതിന് മുൻപ് ആ വ്യക്തി തന്നെ ഇത് ഏറ്റുപറഞ്ഞ് കോടതിയിൽ, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിനൊക്കെ മുൻപ് ഒരു കേന്ദ്രമന്ത്രി ചെയ്തു വെച്ച കാര്യങ്ങളാണിത്. കേന്ദ്രമന്ത്രി എഴുതിയിരിക്കുകയാണ്, ഇതാ ഹമാസിന്റെ നേതാവ് വന്നുപോയി 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ പ്രത്യാഘാതം കേരളത്തിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നു എന്ന്. അതായത് ഹമാസ് ആഹ്വാനം ചെയ്തു, അതിന്റെ ജിഹാദിന്റെ ഫലമായി ഇതാ കേരളത്തിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെ ബോംബാക്രമണം ഉണ്ടാകുന്നു എന്ന്. രണ്ട് സമൂഹത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനല്ലാതെ മറ്റെന്ത് ഉത്തരവാദിത്തമായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ പോസ്റ്റിന് പിന്നിൽ ഉണ്ടായിരുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ഏതെങ്കിലും നിരപരാധികളായ മനുഷ്യർക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണോ കേന്ദ്രമന്ത്രി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? ഇത് സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമത്തിനുള്ള നിയമ നടപടി നേരിടാൻ പറ്റില്ല എന്ന് BJP പറയുന്നത് എന്താ അടിസ്ഥാനത്തിൽ? ഷാനി ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനുള്ള ചോദിക്കുന്ന ചോദ്യത്തിന് ദയവായി നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണ ഏതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ഉത്തരം തരേണ്ടത് ഇതാണ്. എന്തിനാണ് ഇങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു സമൂഹ മാധ്യമ പരാമർശം നമ്മുടെ രാജ്യത്തെ ഭാരതത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി നടത്തിയത്? എന്തിനാണ്? അതിനുള്ള മറുപടി നേരിട്ട് തരൂ, ഞാൻ കാത്തിരിക്കാം, ഞാൻ ഇടപെടുകയില്ല. എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി, ഞാൻ പറയട്ടെ, ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി ഇട്ട പോസ്റ്റിൽ ഒരു തെറ്റുമില്ല. കാരണം മലപ്പുറത്തേക്ക് ഹമാസിന്റെ ഭീകരനെ വിളിച്ചു കൊണ്ടുവന്ന് ഓൺലൈനായി ആ ഭീകരൻ പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ ജൂതനെയും ഹിന്ദുവിനെയും ഇല്ലാതാക്കുന്ന, അവരെ ഡിമോളിഷ് ചെയ്യണം എന്നല്ലേ ആ പ്രസംഗം ഉണ്ടായത്? അതിനുള്ള സാഹചര്യം എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിന് മണ്ണിൽ ഒരുക്കി കൊടുത്തത്? അപ്പൊ എന്താ അതിനർത്ഥം? അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ നടക്കുന്ന ഭീകരവാദികളുടെ കടന്നുകയറ്റത്തെ, ഇവിടുത്തെ യുവാക്കളെ കൂടുതൽ ഭീകരവാദത്തിലേക്ക് അടുപ്പിക്കുന്നതിനെതിരായി കേന്ദ്രത്തിന്റെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളീയനായിട്ടുള്ള ഒരു
മന്ത്രിക്ക് പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് തീരുമാനിക്കുന്നത് ആർക്കും സ്വാതന്ത്ര്യമില്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം ഒരു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരാൾക്കും അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല, ഒരു ഇന്ത്യൻ പൗരനുമില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രനില്ല, എനിക്കുമില്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖരനുമില്ല. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം അത് ഉറപ്പിക്കുന്നതിന് മുൻപ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാനോ പരാമർശിക്കാനോ രാജ്യത്ത് ഒരു മനുഷ്യനും അവകാശമില്ല. രാജീവ് ചന്ദ്രശേഖരായാലും ശോഭാ സുരേന്ദ്രനായാലും ഞാനായാലും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഒരു മനുഷ്യനും അവകാശമില്ല. സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വസ്തുതയല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഹമാസിനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് പറയും. നിങ്ങൾക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ കളമശ്ശേരിയിലെ സ്ഫോടനവും ഈ ഹമാസിന്റെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ നേരിട്ടാണ് ചോദിക്കുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ്. എത്ര തവണ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കാരണം ഉത്തരവാദിത്തമില്ലാത്ത ഒരു നടപടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഹമാസിന്റെ ഭീകരൻ വന്ന് പ്രസംഗിച്ചത്, ഹമാസിന്റെ ഭീകരൻ വന്ന് സംസാരിച്ചതും കളമശ്ശേരിയിലെ സ്ഫോടനവും തമ്മിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ബന്ധമെന്താണ്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഏതാണ്? കളമശ്ശേരിയിലെ സ്ഫോടനവും ഈ സംഭവവും തമ്മിൽ എന്ത് ബന്ധമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കാനുള്ളത്? ഞാൻ പറയട്ടെ, അതൊന്ന് ഈ കേസ് പറയും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജനങ്ങൾക്കിടയിൽ വെറുതെ സംശയങ്ങളും സ്പർദ്ധയും ഉണ്ടാക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദയവായി പറയൂ. ഇല്ല, പക്ഷെ വസ്തുതയായിരിക്കണം. എനിക്കത് നിർബന്ധമുണ്ട്, താങ്കൾക്കും ആ നിർബന്ധം ഉണ്ടാകണം. നമുക്ക് സമൂഹത്തോട് പറയൂ ദയവായി, എന്താണ് ഹമാസും കളമശ്ശേരി സ്ഫോടനവും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്നാണ് ഈ സെക്കൻഡ് വരെ കണ്ടെത്തിയത്? ദയവായി പറയൂ. ബന്ധമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എഴുതിയില്ലല്ലോ. എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ മലയാളത്തിലല്ലേ വായിച്ചു കേൾപ്പിച്ചത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഭീകരവാദത്തെ ഞാൻ മലയാളത്തിലാണ് വായിച്ചു കേൾപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. കേരളത്തിലെ ഭീകരവാദ സംഘടനയെ ഞാൻ പറയട്ടെ, എന്തിനു വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹമാസിന്റെ ഭീകരന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തും ഇല്ലാത്ത പ്രൗഢി കൊടുത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ റാലിയിൽ പ്രസംഗിപ്പിച്ചത്? അതിനുശേഷം കേരളത്തിൽ പൊടുന്നനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ദേശീയ ഏജൻസി വന്നിട്ടുള്ളത്. പിണറായി വിജയന്റെ പോലീസ് മാത്രമല്ല ഇവിടെ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ച്, തോന്നലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പിണറായി വിജയൻ നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ കൂടി പറയണം. ആരും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന രാജ്യസ്നേഹത്തിന് വിരുദ്ധമാണത്. നമ്മുടെ രാജ്യം ഇതുവരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ ഇതുപോലുള്ള വലിയ സ്ഫോടനാത്മകമായ സമൂഹത്തിന് ആശങ്കയുണ്ടാകുന്ന സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് അത് പറ്റില്ല. നിങ്ങളുടെ തോന്നലുകൾ ഇതുപോലുള്ള സമയത്ത് എഴുതിയിടാൻ പറ്റില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.